السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي أنعم علينا بالإيمان وهدانا إلى الإسلام وجعلنا من أمة سيد المرسلين صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹത്തുക്കളായ ഉലമാക്കൾ, മർക്കസിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുന്ന ഈ സദസ്യർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മയുടെ ഒരു സാമ്പിൾ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ക്ഷണിച്ച് വരുത്തിയത്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്റ്റേജിൻ്റെയും അവിടെ ഇരിക്കുന്ന ജനങ്ങളുടെയും അടുത്ത് എൻ്റെ ഇടഭാഗത്ത് കാണുന്ന കെട്ടിടം 50 കൊല്ലം പഴക്കമുള്ള കെട്ടിടം ആണ്. എൻ്റെ വലഭാഗത്ത് കാണുന്ന ഈ കെട്ടിടം വെറും 10 കൊല്ലം കഴിഞ്ഞ കെട്ടിടമാണ്. ഇത് രണ്ടും നോക്കിയാൽ പുതുതായി നിൽക്കുന്നത് ഈ പഴയ ബിൽഡിങ്ങിന് 50 കൊല്ലം കഴിഞ്ഞെങ്കിലും അതിൻ്റെ റിപ്പയറും മറ്റ് പെയിൻറ്റിങ്ങും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതിനാലാണ്. ഇത്രയും കാലം കഴിഞ്ഞ ഈ കെട്ടിടം ഞാൻ ഉദാഹരണമായി തുടങ്ങിയത് ഇവിടെ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക തുടങ്ങിയ ചിലവുകൾ മാത്രമല്ല, മറിച്ച് ഈ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിക്ർ ഹൽക്കയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട
ഹൈഡ്രോളിക് മെഷീൻ അല്ലെങ്കിൽ കോണി, സ്റ്റെയർ കേസ്. ഗൾഫിലൊക്കെ എത്രയോ നില ഉയരമുള്ള കെട്ടിടങ്ങളുടെ ഗ്ലാസുകൾ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നവരെ തുടച്ച് നീക്കി അതിൻ്റെ എല്ലാ ചളികളും വെള്ളവും ചേറും നീക്കി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കൈയെത്താത്ത സ്ഥലമെല്ലാം ചേറ് പിടിച്ച് നിൽക്കുകയായിരുന്നു. അതിനൊരു മാറ്റം വേണം എന്ന നിലക്കാണ് ലക്ഷങ്ങൾ വിലയുള്ള ആ കോണി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് പ്രധാനമായും മുൻപന്തിയിൽ അതിന് നിന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുക്തനൂർ സയ്യിദ് അവറുകളാണ്. എൻ്റെ ഇടഭാഗത്ത് ഇരിക്കുന്ന ആൾ. അങ്ങനെ അൻപത് കൊല്ലം ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പുറമെ സ്ഥാപനത്തെ കേടുവരാതെ സൂക്ഷിക്കുന്നതിനും അതിനെ ഭംഗിയായി നിലനിർത്തുന്നതിനും സാമ്പത്തികമായ ധാരാളം ചെലവുകൾ ഉണ്ട്. അതേ സമയത്ത് ആ ചെലവുകളെല്ലാം ചെലവഴിക്കുന്ന രക്ഷിതാക്കൾ ഏറ്റവും വലിയ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ഇന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റിമറിക്കുന്ന കക്ഷികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ അതൊന്നും അല്ല. ഇവിടെ ഭൗതികമായ പുരോഗതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിവേൽപ്പിക്കുകയും ജനങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളും സംഘടനകളും നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേട്ടു. ഒരാളുടെ ആളെ പേര് പറയുന്നില്ല. ആ പ്രസംഗത്തിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഏതാനും സ്ത്രീകളെ കൊണ്ടു നടന്ന ഒരു ഭൗതിക നേതാവായിരുന്നു എന്ന് അവൻ പ്രസംഗിക്കുന്നു. അതിനും ആയത്ത്, ഹദീസ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുകയാണ്. അത്തരം കക്ഷികളുടെ ആശയത്തിലേക്ക് പോകാതെ നമ്മുടെ മക്കളെ ഇസ്ലാമിൻ്റെ തനതായ രീതിയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് നിങ്ങളെല്ലാവരും സന്തോഷിക്കേണ്ടത്. പ്രവാസികളായ നിങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വരും, അല്ലെങ്കിൽ മർക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി വരുമ്പോൾ പെട്ടെന്ന്
നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാവി തലമുറ എപ്പോഴും അള്ളാഹുവിലും അവൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കണം. ഈ വിശ്വാസം എങ്ങനെയാണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അബ്ദുൽ ഖൈസ് എന്നു പേരായ ഒരു ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നു. കുറച്ച് പ്രതിനിധികൾ വന്നു. എന്നിട്ട് അതിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അമറഹും ബി അർബഇൻ, 4 കാര്യം അവരോട് കൽപ്പിച്ചു. എന്നിട്ട് ഒന്നാമതായി അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അത്തദറൂന മൽ ഈമാൻ ബില്ലാഹി വഹ്ദ, അള്ളാഹു വഹ്ദാനിൻ്റെ വഹ്ദാനിയത്തിൽ വിശ്വസിക്കൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് അറിയാം. എന്താണ് ഈ പറഞ്ഞതിൽ വഹ്ദഹു എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഈ അറബികൾക്ക് അറിയുമല്ലോ. ഈമാൻ എന്ന പദത്തിൻ്റെ അർത്ഥവും അറിയാത്തവരല്ല വലിയ അറബി സാഹിത്യകാരന്മാരാണ്. അവർക്കറിയാത്ത ഒരു പദവും അതിൽ ഇല്ല. എന്നിട്ടും അവർ പറയുന്നു അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് അറിയാം. എന്താണ് അവർ മറുപടി പറയാൻ കാരണം? എന്താ, എന്തോ ചില രഹസ്യം ഈ പറയുന്നതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം എന്ന് കരുതി സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കലൊക്കെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നും, വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും വിശ്വസിക്കലാണ്. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാണെന്ന് വിശ്വസിക്കലും കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതായി നമുക്ക് കാണാം. ഒരിക്കൽ ഒരു സ്വഹാബിയെ നബി തങ്ങൾ വിളിച്ചു, ഉത്തരം ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, കുന്തു ഉസല്ലി യാ റസൂലല്ലാഹ്, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവിടുത്തെ വിളി കേട്ടിട്ട് ഞാൻ വരാതിരുന്നത്. ഉടനെ അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, അലം തസ്മഅ ഖൗലഹു തആല ഇന്നമാ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ
ദഅാക്കും ലിമാ യുഹ്യീക്കും. നീ ഈ ആയത്ത് കേട്ടിട്ടില്ലേ? ചോദിക്കുക, എന്താ ഈ ആയത്തിന്? ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി, അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. എവിടെ? ഇതാ ദഅാക്കും ലിമാ യുഹ്യീക്കും. ആ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ വിളിച്ചാൽ ആ വിളിയാണ് അള്ളാഹുവിൻ്റെ വിളി. ആ വിളിയാണ് അള്ളാഹുവിന് ഉത്തരം ചെയ്യൽ. ഈ വിളിക്ക് ഉത്തരം ചെയ്യലാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സഹാബത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ ഉള്ളിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കലും ഉൾപ്പെടുന്നു. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാനതൊന്നും പറയല്ല ഇപ്പോൾ ഇവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതല്ലാതെ പരിശുദ്ധ ഖുർആന് വ്യാഖ്യാനം പറയാനോ കൊടുക്കാനോ നിർവാഹമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹുവിൻ്റെ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കി തരണം. ആ ഖുർആൻ്റെ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ എന്തെല്ലാം ഉണ്ട് അത് മുഴുവനും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിവാക്കി തരിക തന്നെ ചെയ്യണം. അല്ലാതെ അറബി ഭാഷ നോക്കിയിട്ട് ഖുർആൻ മാന മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരായ പാർട്ടിയെ നാം നേരത്തെ തന്നെ എതിർത്ത് വന്നു. എന്താ അവർ പറയുന്നു, ഖുർആൻ का माना समझने के लिए कोई तफसीर की ज़रूरत नहीं, बल्कि एक प्रोफेसर काफ़ी है. ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തഫ്സീറുകളൊന്നും നോക്കേണ്ടതില്ല. ഒരു അറബി ഭാഷ പഠിച്ച പണ്ഡിതൻ ഉണ്ടായാൽ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയും എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് അച്ചടിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിൽ വരെ നമുക്ക് കാണാം. തജ്ദീദ് വ ഇഹ്യാഉ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെടുത്ത പുസ്തകത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ദീന് ആകെ മാറ്റിമറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് കൂടാതെ നമുക്ക് ഒരിക്കലും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. സൂറത്ത് യൂനുസിൽ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലത്തുള്ള ബഹുദൈവ വിശ്വാസികളോട് പറഞ്ഞു, വഖദ് ലബിസ്തു ഫീക്കും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളിൽ 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, ഒരൊറ്റ കളവും ഞാൻ പറഞ്ഞിട്ടില്ല. കളവ് എന്ന് തോന്നാവുന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത് പറയുമ്പോൾ മാത്രം നിങ്ങൾ എന്തിനാണ് എന്നെ എതിർക്കുന്നത്, നിഷേധിക്കുന്നത് എന്ന്. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലും
ആ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സഹാബത്തിനെ പിൻപറ്റലും അവർ പഠിപ്പിച്ചു തന്ന സാലിഹ്യങ്ങളെ പിൻപറ്റലും അതാണ് ദീന് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതിനെതിരായി ഇവിടെ നൂതന ആശയക്കാർ ധാരാളം വരും എന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ നൂതനവാദക്കാരുടെ പിന്നാലൊന്നും നമുക്ക് പോകാൻ പറ്റൂല എന്ന്. എന്നാൽ ആ മഹത്തായ അടിസ്ഥാനമാണ് മർക്കത്ത് സഖാഫത്തെ സുന്നിയയിൽ നിന്ന് നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില രക്ഷിതാക്കൾക്ക് തന്നെ ഇതൊന്നും അറിയാത്തവരുണ്ട്. 8 കൊല്ലം മുമ്പ് ഇവിടെ ഒരാൾ വന്നു, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നു എന്ന് കേട്ടപ്പോൾ അയാൾ ഇവിടെ തിരഞ്ഞു വന്നതാണ്. മകൻ ആ ബാപ്പൻ്റെ അടുത്തേക്ക് പോകാറില്ല. കാരണം ബാപ്പ മർക്കതിൽ പഠിക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ബാപ്പൻ്റെ അടുത്ത് തീരെ മകൻ പോകാതെ ഇവിടെ പഠിപ്പിച്ചു. 8 കൊല്ലം മുമ്പാണ് ഒരിക്കൽ ഈ ബാപ്പ മകനെ തിരഞ്ഞ് ആരോ പറഞ്ഞു കൊടുത്തതെത്തി ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് അയാൾക്ക് ഭ്രാന്തനെ പോലെ കത്തി ഊരിപ്പിടിച്ചിട്ട്, എവിടെ എൻ്റെ മകൻ, ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുറ്റത്ത് കുറേ നടന്നു. അവസാനം അയാളെ പിടിച്ചു കെട്ടി പറഞ്ഞോട്ടിയപ്പോൾ അങ്ങനത്തെ മനുഷ്യൻ ഫക്കീറായി, വളരെ ഫക്കീറായി ജീവിക്കാൻ മാർഗമൊന്നുമില്ലാതെ ആയപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ പോയിരുന്നു, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ആ സ്ഥാപനത്തിൽ പൈപ്പ് വെള്ളമില്ല. ഒരാൾ വലിയൊരു കൂതിൽ വെള്ളം കൊണ്ടുവന്നു. എൻ്റെ പിന്നെ ഞാൻ മൂത്രിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് അങ്ങോട്ട് മാറിക്കൊള്ളാൻ പറഞ്ഞ് മാറി. അങ്ങനെ വെള്ളം ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുമെടുത്ത് അതിന് ശേഷം ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, നിങ്ങളെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇന്ന സക്കാഫിയുടെ വാപ്പയാണ് എന്ന് പറഞ്ഞു. ആ, നിങ്ങളല്ലേ വർക്കത്തിന് വന്നിരുന്നത്, കത്തിയെടുത്തത്? ആ, ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഫക്കീറായപ്പോൾ അയാൾക്ക് വരാതിരിക്കാൻ നിർവാഹമുണ്ടായില്ല. ഞാൻ ആ പേരിവിടെ പറയാത്തത് എല്ലാവർക്കും അറിയാം, പറഞ്ഞു പോയാൽ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിലും മാതൃക കാണിച്ചിട്ടുണ്ട്. മാബാലു അഖ്വാമിൻ യഫ്അലൂന കദാ വകദാ മാബാലു അഖ്വാമിൻ യഖൂലൂന കദാ വകദാ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സൂചനയായി ചില ആളുകൾ അങ്ങനെ പറയുന്നു, ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തികളെ പറയാതെ അവർ തെറ്റായ ആശയം പ്രചരിപ്പിക്കുന്നത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ട് ഈ ആളുകൾ പിന്നീട് ശരിയായ നിലക്ക് ഇസ്ലാമിൻ്റെ ആശയപ്രചരണം നടത്തുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ തെറ്റായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു എന്ന് കേട്ടാൽ അദ്ദേഹത്തെ കണ്ട് വിളിച്ച് സംസാരിക്കുകയല്ലാതെ ജനങ്ങളിടയിൽ അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നീട് ഒരിക്കലും ഇദ്ദേഹം നന്നാവുകയില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് എത്ര വലിയ
ഹിക്മത്തോടു കൂടെയാണ് ഈ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് മോശമായ കാര്യങ്ങൾ ഉണ്ട്. അതിൽ ചിലത് എനിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്യണം. എന്താ ചോദിച്ചോ? ഞാൻ വ്യഭിചരിക്കുന്ന ആളാണ്, അതിന് എനിക്കൊരു അനുവാദം തരണം. കള്ള് കുടിക്കുന്നത് ഞാൻ നിർത്തിക്കൊള്ളാം, കളവ് നടത്തുന്നത് നിർത്തിക്കൊള്ളാം, ചൂഷണം ചെയ്യുന്നത് നിർത്തിക്കൊള്ളാം, ഈ വ്യഭിചാരം നിർത്താൻ കഴിയൂല എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം നിങ്ങൾ നോക്ക്. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെടുത്ത് വന്നാൽ നമ്മളെന്താ പറയുക? എന്നെപ്പോലത്തെ ആളെ വേണ്ട, ഈ പോണ വയ്ക്ക് പോ എന്നായിരിക്കും ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ എന്ത് പറയണോ? അത് സാരമില്ല, അത് നീ അങ്ങനെ നിന്നോ, നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറയുന്നത് വരും. അള്ളാഹുവിൻ്റെ റസൂല് അത് രണ്ടും ചെയ്തില്ല. അവനോട് അവിടെ ഇരുത്തി എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് ഉമ്മയുണ്ടോ? ഉണ്ട്. മറുപടി. നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട്. മറുപടി. നിനക്ക് പെൺകുട്ടികൾ ഉണ്ടോ? ഉണ്ട്. സഹോദരിമാരുണ്ടോ? ഉണ്ട്. അതെല്ലാം ചോദിച്ച് അവൻ്റെ മനസ്സിൽ നിന്ന് ഇതെല്ലാം എടുത്തതിന് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നു, നീ നിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിൻ്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നതായി കണ്ടാൽ അവനെ നീ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഈ സഹാബി പറയുന്നു, ഞാൻ അവനെ വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കി കളയും നബിയെ, ഞാൻ അവനെ വിടൂല. അൽഹംദുലില്ലാഹ്. അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേന്നുള്ളത് വേറെ വിഷയം. രണ്ടാമത് ചോദിക്കുന്നു, നിൻ്റെ ഭാര്യനെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്തു ചെയ്യും? അപ്പോഴും അയാൾ പറയുന്നത്, ഞാൻ അവനെ വിടൂല, അവനെ ഞാൻ കൊന്നു കളയും. അങ്ങനെ സഹോദരിയെ വ്യഭിചരിക്കുന്നത് കണ്ടാലോ, നിന്റെ മകളെ വ്യഭിചരിക്കുന്നത് കണ്ടാലോ എന്ന് പറഞ്ഞപ്പോഴും ഇവൻ്റെ മറുപടി, ഞാൻ അവനെ വെറുതെ വിടൂല, ഞാൻ അവനെ നല്ല അടിയടിക്കും, അല്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഇവനോട് ചോദിച്ചു, നീ എന്നോട് വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ചല്ലോ, എന്നാൽ നീ വ്യഭിചരിക്കുന്ന ഈ പെണ്ണ് മറ്റേതെങ്കിലും ഒരാളുടെ ഭാര്യ ആയിരിക്കുകയില്ലേ? അല്ലെങ്കിൽ അവരുടെ ഉമ്മ ആയിരിക്കുകയില്ലേ? സഹോദരി മകളും ആയിരിക്കുമല്ലോ. നീ ചെയ്യുന്ന ഇതുപോലെ നിന്നെ ചെയ്യാൻ അവർക്കും അർഹതയുണ്ടാവുകയില്ലേ? നീ ഇത്രയും മോശമായ കാര്യമായതുകൊണ്ടല്ലേ അവരെ കൊല്ലും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഈ ആൾ പറയുന്ന, നബിയെ, തങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ ഈ വ്യഭിചാരം നടത്തുകയില്ല എന്ന് ഈ ഹിക്മത്ത് കൊണ്ട് അവിടെ ഈ സഹാബിയെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ചു. പ്രഖ്യാപനം നടത്തിയിട്ട് അവർക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഈ കലിമത്ത് പറഞ്ഞു കൊടുത്ത് ഇസ്ലാമായി ഈ സഹോദരൻ തിരിച്ചുപോയി. ഇങ്ങനെ എത്രയോ സംഭവം. ഒരു മനുഷ്യനെന്ത് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സദസ്സിലേക്ക് വരുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ബിഇസ അഖുൽ അസീറ, ആ കുരുത്തം കെട്ട വർത്താനം പറയുന്ന മനുഷ്യരതാ വരുന്നു, ചീത്തയായ വാക്ക് പറയുന്ന ആളതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് നേരെ വന്നപ്പോൾ റസൂലുള്ളാഹി ഒരു തട്ടെടുത്തിട്ട് ഇങ്ങനെ വിരിച്ചെടുത്ത് അവിടെ ഇരിക്കുന്ന അതിൻ്റെ മുകളിൽ ഇരുത്തി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അയാളെന്തൊക്കെ സംസാരിച്ച് തിരിച്ചു പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളെ രണ്ടാമത്
വരുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിമായി വരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്തുകൾ തോറ്റു, നബിയെ അവൻ ലക്ഷണം കെട്ടവനാണ് എന്ന് തങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, പിന്നെ അവനെന്താ ഇങ്ങനെ തങ്ങൾ സൽക്കരിക്കാൻ കാരണം, വിരിപ്പിട്ട് കൊടുക്കാൻ കാരണം? അപ്പം അവിടുന്ന് പറയുന്നു, ആ വിരിപ്പിട്ട് കൊടുത്ത കാരണം കൊണ്ടല്ലേ അവനിപ്പോൾ ഇസ്ലാമായി വന്നത്, അത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സൽ സ്വഭാവം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് എത്രയോ ആളുകളെ ഇസ്ലാമിലേക്ക് വരുത്തിയിട്ടുണ്ട്. അതാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നബിയെ തങ്ങൾ, അതുകൊണ്ട് ലിൻത ലഹും അവരോട് തങ്ങൾ വിനയത്തിലാണ് ബന്ധപ്പെട്ടത്, വിനയത്തിൽ സംസാരിക്കുന്നു. വളരെ സമാധാനത്തിലും വിനയത്തിലും ഹിക്മത്തിലും സംസാരിക്കുന്നു. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, തങ്ങളെങ്ങാനും ഹൃദയം കടുത്ത ഒരു പരിവരുത്ത വർത്തമാനം പറയുന്ന ആളായിരുന്നു എങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, തങ്ങളെ അടുത്ത് വരാതെ അവരെല്ലാവരും ഓടിപ്പോകുമായിരുന്നു. തങ്ങളെ വിനയം കൊണ്ട്, അങ്ങയുടെ നല്ല സംസാരം കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നാം എല്ലാവരും നല്ല സ്വഭാവികൾ ആകണം, നല്ല സംസാരം പഠിക്കണം. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ അൽ മദ്രസത്തുൽ ഊല എന്നാണ് അറബികൾ പറയുക. ഉമ്മ ഒന്നാമത്തെ മദ്രസയാണ്, രണ്ടാമത്തെ മദ്രസയാണ് നമ്മൾ കുട്ടികളെ ചേർക്കുന്നതെന്ന് കേട്ടോ. അൽ മദ്രസത്തുൽ ഊല, ഒന്നാമത്തെ മദ്രസ ഉമ്മയാണ്. അതെന്താ? ചില പെണ്ണുങ്ങൾ ഭർത്താവിനും പറയുന്ന കൂട്ടത്തിൽ ഭണ്ഡാരടക്കാൻ, കുഴിച്ചിടാൻ, കുരിപ്പ് ഇങ്ങനെയുള്ള മോശമായ പദങ്ങൾ സംസാരിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അത് സംസാരിച്ചാൽ കുട്ടികളത് കേട്ട് അവർ പഠിക്കും. നല്ല വാചകമാണ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്നും പറയാതിരിക്കണം. അതുപോലെ മകൻ്റെ ചെറിയ മുഖത്ത് നോക്കിയിട്ട് എന്താ കള്ളത്തി നീ നോക്കണതെന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങൾ. അപ്പോൾ കേട്ടിരിക്കുന്ന ഈ കുട്ടി മനസ്സിലാക്കുക, ഇത് നല്ലൊരു തസ്ബിയാണ്, കള്ളത്തി എന്ന് വിളിക്കരുത്. ഇങ്ങനെ ചുരുക്കത്തിൽ ചെറിയ മക്കൾ സംസാരിച്ച് പഠിച്ച് വരുന്ന ആ കാലം, ഗർഭാശയത്തിലൊന്ന് വന്ന് പിന്നെ ഒന്നുമില്ലാതെ പഠിച്ചു വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവരെ നിങ്ങൾ കേൾപ്പിക്കുന്നത് നല്ല വാക്കുകളായിരിക്കണം. എന്നാൽ അവർ തീർച്ചയായും നല്ലത് പഠിക്കും. മറിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി നിങ്ങൾ കേൾപ്പിക്കുന്ന വാക്ക് ചീത്തയുള്ളതാണ് എങ്കിൽ അവർ അത് പഠിച്ചു പോകും. അതിനാൽ ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. ആ ഉമ്മയാണ് മക്കൾക്ക് സൽ സ്വഭാവം പഠിപ്പിക്കേണ്ടത്. ആ ഉമ്മയാണ് നല്ല സംസാരം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. ഇത് നാം എല്ലാവരും നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് പിന്നീടാണ് നമ്മളിപ്പോൾ അൽഹംദുലില്ലാഹ് ബർക്കത്തിൻ്റെ കീഴിൽ ആദ്യമായി നമ്മൾ 3 വയസ്സായ കുട്ടികളെ അത് ചേർത്താൻ തുടങ്ങി. ചെറിയ കുട്ടികൾക്ക്
ഒരു സ്ഥാപനം തുടങ്ങിയതിൻ്റെ പേര് സഹറത്തുൽ ഖുർആൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സാധാരണ മദ്രസയിൽ 5-ാമത്തെ വയസ്സിൽ ചേർക്കുന്നത്. അങ്ങനെ 2-2.5 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ മദ്രസയിൽ ചേർത്തി സഹറത്തുൽ ഖുർആനിൽ ചേർത്തി അവരെ പഠിപ്പിച്ചെടുക്കുകയും അതിനുശേഷം പിന്നീട് സാധാരണ മദ്രസകളിൽ ചേർത്തി പഠിപ്പിക്കുകയും എല്ലാം ചെയ്യാനുള്ള സംവിധാനം മർക്കസ് സഖാഫത്ത് സുന്നിയ ഞങ്ങൾ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് പുരോഗതി വരാനുള്ള എല്ലാ മാർഗങ്ങളും മർക്കസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മർക്കത്തിനെ എപ്പോഴും മനസ്സിൽ കാണുകയും സഹായിക്കുകയും കുട്ടികളെ അയച്ച് പഠിപ്പിക്കുകയും എല്ലാം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.